നമസ്കാരം, ഞാൻ ഡോക്ടർ ഹർഷ. ഇന്ന് ഞാൻ സംസാരിക്കുന്നത് ഡെങ്കിപ്പനിയെ കുറിച്ചാണ്. ഇപ്പോൾ കേരളത്തിൽ ധാരാളം ആൾക്കാർക്ക് പടർന്നു പിടിക്കുന്നുണ്ട് ഡെങ്കിപ്പനി. അതോടൊപ്പം തന്നെ എലിപ്പനിയും വൈറൽ ഫീവറൊക്കെ ഉണ്ട്. അപ്പോൾ ഡെങ്കിപ്പനിയുടെ ലക്ഷണങ്ങളെക്കുറിച്ച് അറിഞ്ഞിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. പകൽ സമയത്ത് കടിക്കുന്ന ഈഡിസ് ഈജിപ്തി വിഭാഗത്തിൽപ്പെട്ട പെൺകൊതുകുകളാണ് ഈ ഡെങ്കി വൈറസ് പരത്തുന്നത്. വളരെ ചെറിയ കൊതുകുകളാണിവ. പകൽ സമയത്ത് മാത്രമാണ് കാണപ്പെടുന്നത്. അവയുടെ ശരീരത്തിൽ വെള്ള നിറത്തിലുള്ള പാടുകൾ ഉണ്ടായിരിക്കും. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ലക്ഷണങ്ങൾ പറയുകയാണെങ്കിൽ, ഈ വൈറസ് ശരീരത്തിനുള്ളിൽ പ്രവേശിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു 7 തൊട്ട് 10 ദിവസത്തിനുള്ളിൽ തന്നെ ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങും. ലക്ഷണങ്ങൾ പ്രധാനമായിട്ടും പറയുന്നത് അതിശക്തമായ പനിയായിരിക്കും. ഒരു 104 ഡിഗ്രി ടെമ്പറേച്ചറൊക്കെ ഉണ്ടായിരിക്കും. അതോടൊപ്പം തന്നെ നല്ല ക്ഷീണം ഉണ്ടായിരിക്കും, ശക്തമായ തലവേദന. പിന്നെ ഏറ്റവും പ്രധാനമായിട്ട് ഡെങ്കി ഫീവറിൻ്റെ സിംറ്റമായിട്ട് പറയാൻ പറ്റുന്ന 2 കാര്യങ്ങളാണ്. ഒന്ന്, കണ്ണിന് പുറകിലുണ്ടാകുന്ന ശക്തമായ വേദന, അതുപോലെ തന്നെ പേശികൾക്കും എല്ലുകൾക്കും ഉണ്ടാകുന്ന വേദന. ഈ ഡെങ്കി ഫീവറിനെ ബ്രേക്ക് ബോൺ ഫീവർ എന്ന് കൂടി പറയുന്നതാണ്. അതായത് എല്ല് പൊട്ടുന്ന പോലത്തെ വേദനയായിരിക്കും ഡെങ്കിപ്പനിക്ക് ഉണ്ടായിരിക്കുക. സാധാ വൈറൽ ഫീവറിനും എലിപ്പനിക്കൊക്കെ ബോഡി പെയിൻ ഉണ്ടായിരിക്കാം, പക്ഷേ അതിൽ നിന്നും വ്യത്യാസമാണ് ഡെങ്കിപ്പനിക്ക് ഉണ്ടാകുന്നത്. നമുക്കൊന്ന് നിൽക്കാനോ കിടക്കാനോ ഇരിക്കാനോ ഒന്നും സാധിക്കാത്ത അത്ര വേദനയായിരിക്കും. ഇപ്പോൾ കുട്ടികൾക്കൊക്കെ ഡെങ്കിപ്പനി ഉണ്ടെങ്കിൽ കുട്ടികൾ നിർത്താതെ കരയായിരിക്കും. കാരണം അത്രമാത്രം അതിശക്തമായിട്ടുള്ള ശരീരവേദനയായിരിക്കും ഉണ്ടായിരിക്കുക. ഏകദേശം ഒരു 5 ദിവസം ഒക്കെ കഴിഞ്ഞതിന് ശേഷമായിരിക്കും പ്ലേറ്റ്ലെറ്റ് ഒക്കെ ശരീരത്തിൽ നിന്ന് കുറയുന്നതായിട്ട് കാണപ്പെടുന്നുണ്ടായിരിക്കാം. നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കുകയാണെങ്കിൽ പ്ലേറ്റ്ലെറ്റിൻ്റെ അളവ് കുറഞ്ഞു വരുന്നുണ്ടായിരിക്കാം. അതോടൊപ്പം തന്നെ ടോട്ടൽ ബ്ലഡ് കൗണ്ടും കുറഞ്ഞിട്ടായിരിക്കും ഇരിക്കുക. WBC ഒക്കെ നല്ല രീതിയിൽ കുറഞ്ഞിട്ടായിരിക്കും ഡെങ്കി ഫീവറിന് കാണപ്പെടുക. പ്ലേറ്റ്ലെറ്റ് ക്രമാതീതമായി കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനിൽ ശരീരം അതിൻ്റേതായിട്ടുള്ള ലക്ഷണങ്ങൾ കൂടി പുറപ്പെടുവിക്കുന്നുണ്ടായിരിക്കാം. മൂക്കിൽ നിന്നുണ്ടാകുന്ന രക്തസ്രാവം, വായിൽ നിന്ന്, പ്രത്യേകിച്ച് മോണയിൽ നിന്ന് ബ്ലീഡിങ് ഉണ്ടായിരിക്കാം. വൊമിറ്റ് ചെയ്യുന്നത് രക്തമായിരിക്കാം. മൂത്രത്തിൽ കൂടി രക്തം പോവുക, മലത്തിൽ കൂടി രക്തം പോവുക, ഇതൊക്കെ പ്രധാനമായിട്ടുള്ള ലക്ഷണങ്ങളാണ്. അതോടൊപ്പം തന്നെ അതികഠിനമായ വയറുവേദന, നിർത്താതെയുള്ള ഛർദി, ഓക്കാനം, തലകറക്കം, രക്തസമ്മർദ്ദം കുറഞ്ഞു കാണപ്പെടുക, പൾസ് കുറഞ്ഞു കാണപ്പെടുക, ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ട്. ഈ പറഞ്ഞതെല്ലാതും പ്ലേറ്റ്ലെറ്റ് കൗണ്ട് വളരെയധികം കുറഞ്ഞാൽ കാണപ്പെടുന്ന പ്രധാനപ്പെട്ട ലക്ഷണങ്ങളാണ്. ഡെങ്കി ഹെമറേജിക് ഫീവർ എന്നുകൂടി ഇതിനെ പറയുന്നുണ്ട്. ഹോസ്പിറ്റലിൽ പോയിട്ട് നിർബന്ധമായും ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ട ഒരു സിറ്റുവേഷനാണിത്. വളരെ എമർജൻസി ആണ് എന്നതാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഡെങ്കി ഫീവറിൻ്റെ ലക്ഷണങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ട്രീറ്റ്മെൻറ്റ് എടുത്ത് മാറ്റേണ്ടത് വളരെ അത്യാവശ്യമാണ്. പ്ലേറ്റ്ലെറ്റ് കൗണ്ടൊക്കെ നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻറ്റേർണൽ ബ്ലീഡിംഗ് ഒക്കെ വന്നിട്ട് മരണത്തിന് വരെ സാധ്യതയുള്ളൊരു സിറ്റുവേഷനാണ്. അതുകൊണ്ട് വീട്ടിൽ ആർക്കെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ഡോക്ടേഴ്സിനെ കണ്ടിട്ട് മെഡിസിനും കഴിക്കേണ്ടതുണ്ട്. പ്രതിരോധ മാർഗ്ഗങ്ങൾ നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് പറയാൻ സാധിക്കുന്നത് പകൽ സമയത്തുള്ള കൊതുക് കടി മാക്സിമം കൊള്ളാതിരിക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ കൊതുക് നിർമ്മാർജ്ജനം നടത്താം. കൊതുകുകൾ പെറ്റുപെരുകാനുള്ള ഒരവസ്ഥ ഉണ്ടെങ്കിൽ അത് മാക്സിമം നശിപ്പിച്ച് കളയുക. ഡെങ്കിപ്പനി പടർന്നു പിടിക്കുന്ന ഒരു അവസ്ഥയിൽ മാക്സിമം അത് വരാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റുകളൊക്കെ താഴെ അറിയിക്കുക. അടുത്ത ദിവസം പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക്